ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്ര കാസർഗോഡ് ജില്ലയിൽ തുടരുകയാണ്. യാത്രയുടെ ഭാഗമായി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ജോസഫ് ചേരുന്നു. ജോസഫ്, ജനകീയ സദസ്സിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഉയർന്നത്? യാത്രയുടെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെ? ലിബീഷ്, ഇന്നലെ കെ.പി.സി.സിയുടെ നേതൃത്വത്തിൽ സമരാഗ്നി ജാഥ തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജനസദസ്സ് എന്ന പേരിൽ സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കവുമായി കോൺഗ്രസ് നേതാക്കൾ മുന്നിട്ട് വന്നിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അവർ ലക്ഷ്യം വെക്കുന്നത്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നഷ്ടമായ തങ്ങളുടെ പ്രൗഢി തിരിച്ചു പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് ആശയവിനിമയം നടത്തി അവരുടെ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നത്. മത, രാഷ്ട്രീയ, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകളാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളത്. അവർ പല നിർദ്ദേശങ്ങളാണ്, അതായത് ജില്ലയുടെ വികസനോത്മകമായിട്ടുള്ള വിവിധ നിർദ്ദേശങ്ങളാണ് ഈ നേതാക്കന്മാർക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുള്ളത്. പല കാലങ്ങളായി വന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് അവരുടെ മുൻപിൽ പുതിയ രൂപത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തന്നെ കാസർഗോട്ട് മെഡിക്കൽ കോളേജ് അനുവദിക്കുകയുണ്ടായി. പക്ഷെ അതിനുശേഷം കൃത്യമായ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങളൊന്നും നടത്തപ്പെട്ടില്ല. ഈ ആരോഗ്യ മേഖലയിൽ കാസർഗോഡ് ജില്ല വളരെയേറെ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും മംഗലാപുരത്തിനെയും കണ്ണൂരിനെയും കോഴിക്കോടിനെയും ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലാണ് കാസർഗോട്ടെ ജനങ്ങൾ. ഈ ഒരു കാര്യമാണ് ഈ ചർച്ചയിൽ ഉടനീളം കൂടുതൽ ആളുകൾ ഉന്നയിച്ച് പറഞ്ഞത്. രണ്ടാമതായി മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് ഉത്തര മലബാറിലെ കൂടുതൽ മലയോര പ്രദേശങ്ങൾ ഉള്ള സ്ഥലമാണ്. വന്യജീവികളുടെയൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലമാണ് രാജപുരം, ചിറ്റാരിക്കാൽ, വെള്ളരിക്കുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. ഈ സ്ഥലങ്ങളിലെ വന്യജീവി പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ ആസൂത്രണം വേണം. അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കളോട് ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വളരെയേറെ പരിസ്ഥിതിയിലാണ് കാസർഗോഡ് ജില്ലയുള്ളത്. വലിയ പ്രോജക്റ്റുകൾ ഒന്നും തന്നെയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അനുവദിച്ച പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കാത്തത് മൂലം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പദ്ധതി പൂർത്തീകരണത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ നേതാക്കന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിലും കാസർഗോഡിന്റെ സർവോത്മകമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും തൊടുന്ന രീതിയിലുള്ള ചർച്ചകളും സംവാദങ്ങളുമായിരുന്നു അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. നേതാക്കൾ വി.ഡി. സതീശൻ, കെ.പി.സി.സി പ്രസിഡന്റ് ടി. സിദ്ദിഖ്, പഴംകുളം മധു അടക്കമുള്ള പ്രമുഖ നേതാക്കളാണ് ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ചർച്ചകളുടെ ഏകീകരണം വരും മണിക്കൂറുകളിലുണ്ടാകും. വിശദമായ ചർച്ചകൾക്കൊടുവിൽ ഒരു കൃത്യമായ അപഗ്രഹത്തിലേക്ക് അവർ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെയാലും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച് ആ നാടിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കാനുള്ള നടപടികൾ കെ.പി.സി.സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ലിബീഷ്. ശരി ജോസഫ്, കെ.പി.സി.സിയുടെ സമരാഗ്നി യാത്രയുടെ ഭാഗമായി കാസർഗോഡ് ജനകീയ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി ആളുകൾ പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. വിവരങ്ങളാണ് ജോസഫ് നൽകിയത്.